ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി വൈറ്റില ജംഗ്ഷനിലാണ്. നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും വലിയ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണിവിടെ. കേരളത്തിലെ ഏറ്റവും അധികം വാഹനങ്ങൾ വന്നു പോകുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് ഈ വൈറ്റില. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാത്രാ ദുരിതം എന്നത് ട്രാഫിക് ബ്ലോക്കാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഈ പാലത്തിന് താഴെയുള്ള മീഡിയൻ അതൊരു അശാസ്ത്രീയമായ നിർമ്മിതിയാണ് എന്നതാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നുകൊണ്ടിരിക്കുന്ന വിവാദം, ആരോപണം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി ഗണേഷ് കുമാർ തന്നെ ഇവിടെ നേരിട്ടെത്തി ഒരു യോഗം വിളിക്കുകയും ഈ മീഡിയൻ അതിൽ അശാസ്ത്രീയതയുണ്ട് എന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ചില അൾട്രേഷനുകൾ, ചില ഭേദഗതികൾ നടത്താൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 1.5 കോടി കഴിഞ്ഞ സർക്കാർ തന്നെ അനുവദിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ചില ക്രമീകരണങ്ങൾ ഇവിടെ നടത്തുന്നുമുണ്ട്. കരാറുകാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് പ്രധാനപ്പെട്ട എന്ത് മാറ്റമാണ് ഇവിടെ വരുന്നത്? ഇവിടെ ഇപ്പം നമുക്ക് ട്രാഫിക് എല്ലാ റൂട്ടിലും വരുമ്പോൾ ആകെ കൺജസ്റ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കുറച്ച് യൂ ടേൺ തിരിക്കുമ്പോഴും ഈ മീഡിയത്തിൻ്റെ സൈഡും കുറച്ച് വീതി കൂട്ടി കഴിയുമ്പോൾ ഈ പോകുന്ന വണ്ടികൾ 2 സൈഡിലേക്ക്, വൺ സൈഡ് റൈറ്റിലേക്ക് പോകേണ്ടത് യൂ ടേൺ ആയിട്ട് പോവുക, ലെഫ്റ്റിലേക്ക് ഹബിലേക്ക് പോകേണ്ടതും ഫ്രീ ലെഫ്റ്റ് ആയിട്ട് പോയിട്ട് സിഗ്നൽ എടുത്ത് കളഞ്ഞുകൊണ്ട് ഒരു ട്രാഫിക് സിസ്റ്റമാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിച്ചേക്കുന്നത്. അത് പിന്നെ ഈ പില്ലറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ കണക്ക് കൂട്ടുന്നു. എത്ര നാൾ കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയും? ഞങ്ങളൊരു 90 ദിവസം മാക്സിമം. അതിപ്പോൾ കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്ത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അതിലും മുമ്പ് തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് 90 ദിവസത്തിനുള്ളിലാണ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ കരാറുകാരൻ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് കാണാം, അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതായത് ഈ എടപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, അത് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ഒരേ സ്ഥലത്ത് പോയി, അതായത് സിഗ്നലിൽ പോയിട്ടാണ് തിരിഞ്ഞു പോകുന്നത്. അതിന് പകരം ഈ എടപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ നിന്നും തിരിഞ്ഞ് യൂ ടേൺ എടുത്ത് പോകേണ്ടുന്ന വാഹനങ്ങൾ ഇവിടെ വന്ന് യൂ ടേൺ എടുത്ത് പോകുന്ന നിലയിലേക്ക് ഒരു ക്രമീകരണം വരുത്തും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, പാലത്തിന് പുറത്തേക്ക് ഒരുപാട് തള്ളിയാണ് ഈ മീഡിയൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് കുറച്ച് പൊളിച്ച് അകത്തേക്ക് പണിയാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഈ എടപ്പള്ളിയിൽ നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക്, അതുപോലെ ഹബ്ബിലേക്കൊക്കെ പോകുന്ന ഈ റോഡ് ഇതിന് കുറച്ചുകൂടി വീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു മാറ്റമാണ് ഇവിടെ വരുത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് അപ്പുറത്തെ വശത്ത്, അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സിഗ്നൽ കാണാം. ആ സിഗ്നലിൻ്റെ ആ ഭാഗങ്ങളിലും ഇത്തരത്തിൽ മീഡിയനുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പാലത്തിനടിയിലുണ്ട്. അതും പൊളിച്ച് അതിന് ചില മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടി റോഡിന് വീതി കൂട്ടുന്ന ഒരു നടപടിയാണ് അവിടെ ചെയ്യുന്നത്. അതോടൊപ്പം ഹബ്ബിലേക്ക് പോകുന്ന, അതായത് വൈറ്റില ഹബ്ബിലേക്ക് പോകുന്ന റോഡിന് വീതി കൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഒരു റോഡ് അവിടെ ഉണ്ട്, പക്ഷെ അതിപ്പോൾ ഉപയോഗക്ഷമമല്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് വീതി കൂട്ടി ഇന്റർലോക്ക് ചെയ്ത് ആ റോഡ് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിൽ അവിടെ ഒരു മാറ്റം വരുത്തും. അങ്ങനെ ഇപ്പോൾ ഈ വൈറ്റില ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു യാത്രാ മാർഗം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് വലിയൊരു മാതൃക തന്നെ കേരളത്തിന് സൃഷ്ടിക്കും. കാരണം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡുകൾ വന്നു ചേരുന്ന ഏറ്റവും വലിയ ഒരു ജംഗ്ഷനാണ് വൈറ്റില ജംഗ്ഷൻ. ആ വൈറ്റില ജംഗ്ഷനിലെ സിഗ്നൽ ഒഴിവാക്കി ഉള്ള ഒരു സുഗമമായ ഗതാഗത സംവിധാനം ഒരുക്കിയാൽ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലെല്ലാം മാതൃകയാക്കാൻ പറ്റുന്ന നിലയിലായിരിക്കും ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിതിനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.